നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ UDFന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ എത്തിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം നീക്കം സജീവമാക്കി. നിലവിൽ MLA അല്ലാത്ത KC മുഖ്യമന്ത്രി പദം ഏറ്റെടുത്താൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മുസ്ലിം ലീഗിന്റെ അടിയുറച്ച കോട്ടകളിലൊന്നായ കൊണ്ടോട്ടി മണ്ഡലം ഉറപ്പിക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ രാഷ്ട്രീയ അട്ടിമറികളും സംഭവിക്കാത്ത സുരക്ഷിത മണ്ഡലം വേണമെന്ന KC പക്ഷത്തിന്റെ താൽപ്പര്യമാണ് കൊണ്ടോട്ടിയിലേക്ക് നീളുന്നത്. മുൻപ് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ലീഗ് കോട്ടയിൽ മത്സരിച്ച് വിജയിച്ചതിന് സമാനമായ ഒരു നീക്കമാണ് ഇവിടെയും ലക്ഷ്യമിടുന്നത്. കണ്ണൂരിലെ ഇരിക്കൂർ മണ്ഡലം കോൺഗ്രസിന്റെ സുരക്ഷിത താവളമാണെങ്കിലും അവിടെ നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരുകളും പ്രാദേശിക എതിർപ്പുകളും KC ക്യാമ്പ് ഭയക്കുന്നു. എന്നാൽ കൊണ്ടോട്ടിയിൽ അത്തരം വെല്ലുവിളികളില്ലാത്തതും മുസ്ലിം ലീഗ് നേതൃത്വവുമായി KCക്കുള്ള അടുത്ത ബന്ധവും കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. KC വേണുഗോപാലിന് വേണ്ടി സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ ലീഗ് നേതൃത്വവുമായി KC അനുകൂലികൾ പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയതായിട്ടാണ് വിവരം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കരുത്തനായ KC കേരള മുഖ്യമന്ത്രിയാകുന്നതിനോട് ലീഗിന് വിയോജിപ്പുണ്ടാകില്ലെന്നാണ് സൂചന. ഉപതെരഞ്ഞെടുപ്പിൽ KCയെ മത്സരിപ്പിക്കുന്നതിലൂടെ UDFനുള്ളിലെ ഐക്യം കൂടുതൽ ശക്തമാകുമെന്നും ലീഗ് കരുതുന്നു. മുഖ്യമന്ത്രി പദത്തിനായി KC വേണുഗോപാൽ കരുനീക്കം നടത്തുമ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും പിൻവാങ്ങാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് VD സതീശൻ മുഖ്യമന്ത്രി കസേരയ്ക്കായി സജീവമായിട്ട് രംഗത്തുണ്ട്. സതീശന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ KC ക്യാമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതേസമയം മുതിർന്ന നേതാവായ ചെന്നിത്തലയ്ക്കും ഇത്തവണ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. ഈ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്കിടയിലാണ് ലീഗ് കോട്ടയിലെ സുരക്ഷിത സീറ്റ് എന്ന തന്ത്രം KC പക്ഷം പുറത്തെടുക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്തുണ KCക്ക് അനുകൂലമായി മാറിയേക്കും. മുസ്ലിം ലീഗിന്റെ അടിയുറച്ച കോട്ടയായ കൊണ്ടോട്ടിയിൽ ഇത്തവണയും വൻ ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും TV ഇബ്രാഹിം 10,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണിത്. ഇത്തവണ TP അഷ്റഫ് അലിയിലൂടെ 25,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും UDF കണക്കൂട്ടുന്നു. ഈ ആത്മവിശ്വാസമാണ് KCയെ കൊണ്ടോട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങിയെത്തുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അടിയുറച്ച കോട്ടയായ കൊണ്ടോട്ടിയിൽ ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. കഴിഞ്ഞ 2 തവണയെ അപേക്ഷിച്ച് മുന്നണിക്കുള്ളിലോ പാർട്ടിക്കുള്ളിലോ കാര്യമായ അന്തഃഛിദ്രങ്ങളോ പടലപ്പിണക്കമോ ഇല്ലാതെയാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയവും ആവേശം കൂട്ടി. മണ്ഡലത്തിനകത്തു നിന്നൊരു സ്ഥാനാർത്ഥിയോ നിലവിലെ MLA TV ഇബ്രാഹിമിന് ഒരു അവസരമോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു UDF ക്യാമ്പ്. അപ്രതീക്ഷിതമായിട്ടാണ് TP അഷ്റഫ് അലി സ്ഥാനാർത്ഥിയായത്. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ഇത് നിഴലിച്ചിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും നാട് സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു. 2016-ൽ TV ഇബ്രാഹിം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി KP ബീരാൻകുട്ടിയെ 10,654 വോട്ടിനും 2021-ൽ KP സുലൈമാൻ ഹാജിയെ 17,666 വോട്ടിനുമാണ് പരാജയപ്പെടുത്തിയത്. ഇത്തവണ 25,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. ഈ സീറ്റാണ് KC കണ്ണുവെക്കുന്നത്. അതേസമയം മുൻ CPM നേതാക്കളെ UDFന്റെ പോർച്ചട്ടയണിച്ച് പടക്കളത്തിലിറക്കിയതിന്റെ ക്രെഡിറ്റും മുഖ്യമായും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് KC പക്ഷം പറയുന്നു. ഇത്തവണ താൻ മത്സരിക്കാതെ സംസ്ഥാനത്തുടനീളം UDFനായി തന്ത്രങ്ങൾ മെനയുന്നതിലാണ് KC ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. G സുധാകരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ UDF സ്വതന്ത്രനാക്കി അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചതിന് പിന്നിലും KCയുടെ തന്ത്രങ്ങളുണ്ട്. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാവുന്ന KC സുധാകരനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയ നേട്ടത്തിനായി വിജയകരമായി ഉപയോഗിച്ചു. കണ്ണൂരിലെ CPM വിമതർ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാനത്തുടനീളം വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനും KCക്കായി എന്ന് KC പക്ഷം പറയുന്നു.